ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ ഒരു അണ്ടർ സീറ്റ് സബൂഫറാണ്. ഇത് നിലവിലെ ഫ്യൂസ് അടിച്ചു പോകുമെന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫ്യൂസ് നിലവിൽ ഓപ്പൺ ആയിരുന്നു. ഞാൻ വേറെ ഫ്യൂസ് ഇട്ടിട്ടുണ്ട് നിലവിൽ. നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം കാണിക്കുന്നുള്ളത്. ഗ്രൗണ്ട് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്ലൈ വയർ കണക്ട് ചെയ്തു. പവർ കണക്കുമ്പോൾ ഫുള്ള് ഷോർട്ടാണ് കാണിക്കുന്നത്. ഇസഡ് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അയച്ചൊന്ന് പീസാക്കാം. ഒരു പീസാക്കിയിട്ടുണ്ട്. ഇത് മോസ്ഫെറ്റ് ചെക്ക് ചെയ്യാൻ നോക്കണം. ഇത് ആദ്യമേ ഇത് ബോർഡ് എടുത്ത് പൊക്കി എടുത്തിട്ട് മോസ്ഫെറ്റ് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടി വരും. ഏതെങ്കിലും മോസ്ഫെറ്റ് ഷോർട്ട് ആവാൻ സാധ്യത. ഇത് ആംപ് സെക്ഷനാണ്. ഇതാണ് ഇൻവെർട്ടർ സെക്ഷൻ വരുന്നത്. ബോർഡ് എന്തായാലും ഇതിന് ഊരിയെടുക്കാം. ഊരിയെടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ അല്ലെങ്കിൽ ആയതുകൊണ്ട് സ്ക്രൂ എല്ലാം ഊരിയെടുക്കാം. ഒരു പീസാക്കിയിട്ടുണ്ട്. സ്പീക്കർ വരെ അതിന് ഇടിപ്പിച്ച് വിട്ടേക്കാം. വയർ നീട്ടക്കുറവായതുകൊണ്ട് ബോർഡ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാനൊക്കെ ഇച്ചിരി ചടങ്ങായിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ആംപ് സെക്ഷനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പവർ സപ്ലൈ പോകാൻ സാധ്യതയുണ്ട്. ആംപ് സെക്ഷനിൽ നിലവിൽ ഷോർട്ടിങ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരു മോസ്ഫെറ്റ് അതിനകത്ത് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. എന്നാലും അത് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഈ ഊരേണ്ട കേസില്ലെങ്കിൽ വെറുതെ ഊരി എടുക്കണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രശ്നമൊന്നും കണ്ടില്ല. ഇത് ഫുള്ള് ഷോർട്ടാണ്. P55 എന്നാണ് ഇത് വരുന്നത്. ഒരു മോസ്ഫെറ്റ് തന്നിട്ട് ഓക്കെയാണ്. അപ്പോൾ അതിട്ടിട്ടൊന്ന് ബാക്കിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അല്ലാതെ ഓൺ ആവുന്നുണ്ട്. രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് വരുള്ളൂ.
വേറെ മോസ്ഫെറ്റ് ഇടാം. മോസ്ഫെറ്റ് ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പവർ ഓൺ ആക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പവർ LED തെളിയുന്നുണ്ട്. വോൾട്ടേജും ഉണ്ട്. അപ്പോൾ അതിന് കേസിനകത്ത് കയറ്റി ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, മോസ്ഫെറ്റ് എല്ലാം കൂടെ ചൂടായി പോകും. കേസിനകത്ത് കയറ്റി ഹീറ്റ്സും കോമ്പൗണ്ടെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ട് സ്പീക്കർ വയറും കൂടെ കണക്ട് ചെയ്തിട്ട് വേണം ഓൺ ആക്കി നോക്കാൻ വേണ്ടി. വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കേസിനകത്ത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം. ബോർഡിന് ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടൈം ആവും വീഡിയോ, അതുകൊണ്ടാണ് അതെല്ലാം ഒഴിവാക്കിയത്. അപ്പോൾ നമുക്ക് സപ്ലൈയും കൊടുത്ത് ഇൻപുട്ടും കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും ചടങ്ങ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെന്നുള്ളത്. മോസ്ഫെറ്റ് ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മോസ്ഫെറ്റ് പോകും. അപ്പോൾ എന്തെല്ലാം എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്ലൈ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. പവർ ഓൺ ആയിട്ടുണ്ട്. വളരെ വർക്ക് ചെയ്യുന്നുണ്ട്. കവറെല്ലാം കൂടെ നടക്കാം. സാധാരണ ചിലതിനാണെങ്കിൽ സെൻട്രലും കൂടെ ഒരു സ്ക്രൂ വരുന്നതാണ്, സ്പീക്കറിൻ്റെ സെൻട്രലായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഇതിനങ്ങനെ വരുന്നില്ല. ചില മോഡലിന് അങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിന് അടിയിലായിരിക്കും സ്ക്രൂ വരുന്നത്. ഇതിനങ്ങനെ നേരിട്ട് വെച്ചിട്ടില്ല.
അപ്പോൾ സംഭവം നല്ല ലോക്ക് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.